കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇതേ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന ഈ തീവ്രവാദ പ്രണയം നടിച്ച് മതം മാറ്റി, പ്രണയത്തിന്റെ മുന്നുപാധിയായിട്ട് മതം മാറ്റി, പിന്നീട് അവരെ ലൈംഗിക അടിമകളാക്കി അവരെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഇത്തരം സംഭവങ്ങൾ കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാര്, കേരള പോലീസ് ചീഫായിട്ട് പ്രവർത്തിച്ച ആൾക്കാരല്ലേ പറഞ്ഞത്. അപ്പോ അത്തരത്തില് ഉള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രമല്ല മുഴുവൻ ഭാരതത്തിലും പല ഭാഗങ്ങളിലും നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനെ ആർക്കും മൂടിവെക്കാൻ സാധ്യമല്ല, അതില്ലെന്ന് പറയാൻ സാധ്യമല്ല. ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. ആ മോഡസ് ഓപ്പറാൻഡി എന്താണ് എന്ന് ഇതിന് വിധേയമായിട്ടുള്ള പെൺകുട്ടികൾ ജനം ടി വിയിലൊക്കെ വന്നിരുന്ന് അവർ പറഞ്ഞല്ലോ. എങ്ങനെയാണ് അത്തരം കുട്ടികളെ മതം മാറ്റുന്നത്, ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇവിടെ സലിം മടവൂർ ചോദിച്ചില്ലേ. ഹിന്ദു മതത്തെക്കുറിച്ച് തെറ്റായ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദു മതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവർക്ക് ഉത്തരം കിട്ടും. കുട്ടികളുടെ അവസ്ഥയാണ് സിനിമ കാണിക്കുന്നത്. കാരണം ഹിന്ദു മതത്തിനകത്ത് അങ്ങനെ ഒരു ധാർമ്മിക പഠനത്തിനുള്ള അവസരമില്ല, മതപഠനമില്ല, മദ്രസ പോലെ പ്രവർത്തിക്കുന്ന പോലെ ഹിന്ദു മതത്തിനകത്തില്ല, അല്ലെങ്കിൽ സൺഡേ ക്ലാസ്സുകൾ ക്രിസ്തു മതത്തിന് പ്രവർത്തിക്കുന്ന പോലെ ഹിന്ദു മതത്തിനകത്തില്ല. അപ്പൊ കുട്ടികളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ഈ മതം മാറ്റത്തിനെ അവരെ ഉപയോഗിക്കുന്നു. ഇത് സിനിമ കാണിക്കുകയാണ്. ഈ സിനിമ കാണിക്കുന്നത് യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. കാരണം അങ്ങനെ നിരവധി പെൺകുട്ടികൾ നമ്മുടെ ടി വിയിൽ വന്ന് പൊതുമണ്ഡലത്തിൽ വന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയാണ് മതം മാറ്റുന്നത്, ഞങ്ങളോട് ഇത്തരം ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇത് പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ കുട്ടികളല്ലേ. അതെല്ലാം നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടല്ലോ, അതെല്ലാം യൂട്യൂബുകളിൽ നിന്ന് അവൈലബിൾ ആണല്ലോ. അപ്പൊ ഇതെല്ലാം യാഥാർത്ഥ്യമായിട്ട് നിൽക്കേ. ഇതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഈ സിനിമ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സിനിമയും അതോടൊപ്പം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവും വന്നതിന് ശേഷം ഈ പറയുന്ന പ്രണയത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ ചതിയും പരിവർത്തനത്തിന്റെയും ശ്രമങ്ങൾക്ക് ഒരു അളവ് വരെ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഹിന്ദു സംഘടനാ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ വിലയിരുത്തൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷവും ഇതേപോലുള്ള പ്രചരണങ്ങൾ സിനിമകൾ വന്നതിന് ശേഷവും നമ്മുടെ അമ്മമാർ ആയിരക്കണക്കിന്, ഇത് ഹിന്ദു സമൂഹത്തിന് മാത്രമല്ല, ക്രിസ്ത്യൻ സമൂഹം ഇത് നേരിട്ടതല്ലേ. ക്രൈസ്തവ ബിഷപ്പ്മാരത് പച്ചയ്ക്ക് പറഞ്ഞതല്ലേ. അതൊന്നും തന്നെ CPM നേതാക്കളോ മുഖ്യമന്ത്രിയോ കേട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അല്ല, അത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കേരളത്തിൽ ഒറ്റ ന്യൂനപക്ഷമുള്ളൂ. കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഇപ്പൊ ഒറ്റ ന്യൂനപക്ഷമേ ഉള്ളൂ, അത് മുസ്ലിങ്ങളാ. കേരളത്തിലെ 35% വരുന്ന മുസ്ലിങ്ങളാണ് കേരളത്തിലെ ന്യൂനപക്ഷം. ക്രൈസ്തവരെ ഇവിടുത്തെ ന്യൂനപക്ഷമല്ല, അല്ലെങ്കിൽ മറ്റ് മതവിഭാഗക്കാരൊന്നും ഇവിടുത്തെ ന്യൂനപക്ഷമല്ല. അത് ഒരു വിഭാഗത്തിന് വേണ്ടിയാണ് സർവവും നടക്കുന്നത്, സർവവും ഭരിക്കുന്നത്. നമ്മൾ കണ്ടല്ലോ, CAA വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ കേസുകൾ പിൻവലിച്ചു. എന്നാൽ ശബരിമല കേസ് പിൻവലിച്ചോ? ഇല്ല, ശബരിമല കേസ് പിൻവലിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഒട്ടേറെ ഇത് കാണാൻ സാധിക്കും. സർക്കാരിന്റെ വിവേചനപരമായ നിലപാടുകൾ എത്ര നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതെല്ലാം ഒരു മതത്തിന് വേണ്ടിയാണ് ഇവിടെ നടക്കുന്നത്, ആ മതത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നടത്തുന്നത്. ഇപ്പോ ഹമാസുമായിട്ട് കേരളത്തിന് എന്ത് ബന്ധം? സന്ദേശ് കാലിയിലെ ആ 100 സ്ത്രീകൾ മാനഭംഗത്തിനിരയായപ്പോൾ ഈ സലീം മടവൂരിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു കമാമെന്ന വാക്കുമിണ്ടിയോ? സന്ദേശ് കാലിയിലെ ഒരു അമ്മ പറഞ്ഞു, എന്റെ കുട്ടി 13 വയസ്സുള്ളൂ, അവളെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ആക്രമിക്കാതിരിക്കൂ, അവൻ ചത്തുപോകും എന്ന് വേദനയോടെ അലമുറയിട്ട് കരഞ്ഞ ഒരു അമ്മയുടെ വേദന കാണാൻ കഴിവില്ലാത്തവർ കേരള സ്റ്റോറിക്കെതിരെ ഇവിടെ വന്ന് ന്യായം പറയുന്നോ? കേരള സ്റ്റോറി കാണിക്കരുതെന്ന് പറയുന്നോ? മനസ്സില്ല സർ, ഇത് ജനങ്ങൾ കാണും. നിങ്ങളുടെ ഈ കാപട്യം ജനങ്ങൾ തുറന്ന് എതിർക്കും. നിങ്ങൾ ഇന്ന് കേരളത്തിന്റെ ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുക ഇന്ത്യയുടെ. ഇനി നാളെ നിങ്ങളെ ജനങ്ങൾ അറബിക്കടലിലേക്ക് എറിയും, യാതൊരു സംശയം വേണ്ട. നിങ്ങളുടെ സ്ഥാനം അറബിക്കടലാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനവും കിട്ടാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ എല്ലാ കാലവും ഈ നാടിന്റെ താല്പര്യങ്ങൾക്കെതിരായിരുന്നു, ഈ നാടിന്റെ ദേശീയതക്കെതിരായിരുന്നു, ഈ നാടിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ചവിട്ടി അരച്ചവരാണ് നിങ്ങളുടെ പാരമ്പര്യം. ഈ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചരിത്രം മാപ്പ് തരാൻ പോകുന്നില്ല, ജനങ്ങൾ മാപ്പ് തരാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലടക്കം നിങ്ങൾ കാണാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലടക്കം നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടോളൂ, ആരായിരിക്കും ഭാരതത്തിന്റെ നൈതിക നേതൃത്വം വഹിക്കാൻ പോകുന്നത് എന്ന് അത് നമുക്ക് കാണാം.